ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. ജീവിതത്തെ തിരിക്കുന്ന, ജീവിതസ്ഥിതിയെ മാറ്റുന്ന, അവസ്ഥകൾക്ക് വലിയ വ്യത്യാസം വരുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ദൂത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പകരപ്പെടുമ്പോൾ അസാധാരണമായ വിടുതലിനും അസാധാരണമായ പ്രത്യാശയ്ക്കും വിശ്വാസത്തിനും കാരണമാകത്തക്ക നിലയിൽ സ്വർഗം ആഴമായി ഇടപെടുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനത്തിൻ്റെ ശക്തി ജീവിതസ്ഥിതികൾക്ക് അത്ഭുതങ്ങളെ വെളിപ്പെടുത്തുന്ന, മാറ്റങ്ങൾ വരുത്തുവാൻ കർത്താവ് സഹായിക്കുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6 അധ്യായം 8 വാക്യം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെടുത്ത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴും ശക്തമായി ഇടപെടുന്ന ദൈവത്തിൻ്റെ ദൂത്. ചോദിക്കുന്നതിന് മുമ്പേ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ പ്രത്യേകതയാണത്. നാം ചോദിക്കുന്നതിന് മുമ്പ്, നാം യാചിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന സ്വർഗത്തിലെ നല്ലൊരു പിതാവ്, നല്ലൊരു കർത്താവ്, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട ദൈവമാണ്. ഇന്ന് കർത്താവിൻ്റെ ദൂത്, യേശു കർത്താവിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത്, യാചിക്കുന്ന കാര്യം ആവശ്യമുള്ളതാ, അത് ദൈവം ഒരിക്കലും നിഷേധിക്കത്തില്ല. വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, യാചിക്കുന്ന കാര്യം, കർത്താവിനോട് ചോദിക്കുന്ന കാര്യം ആവശ്യമുള്ളതാ. ആവശ്യമുള്ള കാര്യം കർത്താവിനോട് ചോദിക്കുമ്പോൾ ദൈവം ഒരിക്കലും അത് തരാതിരിക്കത്തില്ല. ജീവിതത്തിൻ്റെ തലങ്ങളിൽ വാഗ്ദത്ത സമയമാകുമ്പോൾ നിശ്ചയവാ ചില ആവശ്യങ്ങൾ കടന്നു വരും. ആ ആവശ്യങ്ങളാ പലപ്പോഴും ദൈവം വാഗ്ദത്തമാക്കി മാറ്റുന്നത്. ചില ആഗ്രഹങ്ങളും ചില ഹൃദയ നിരൂപണങ്ങളും ചിന്തകളിൽ പോലും ദൈവം കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾക്കായിട്ട് ദൈവം ഉപയോഗിക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ നോക്കി ദൂത് വെളിപ്പെടുത്തുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഇന്ന് ആവശ്യമുള്ളത് എന്താണോ ആ കാര്യം ദൈവം തരാൻ പോവുക. ആവശ്യമുള്ള ആ കാര്യത്തിന്മേൽ ഒരിക്കലും ദൈവം പിടിച്ചു വയ്ക്കത്തില്ല. ദൈവം അത് കരങ്ങളിലേക്ക് എത്തിക്കാൻ പോവുക. അതിവേഗത്തിൽ ദൈവം അത് കൈമാറാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ആവശ്യമുള്ളത് ദൈവത്തോട് യാചിക്കണം. അത് ദൈവം വച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ആവശ്യങ്ങളെ കർത്താവിനറിയാം. ചോദിക്കുന്നതിന് മുമ്പേ അറിയുന്ന ദൈവമെന്ന് വചനം പറയുന്നു. എന്നാൽ തൻ്റെ ഭക്തരുടെ അതിരത്തിൽ നിന്ന് പുറപ്പെടുന്ന യാചനയുടെ, അപേക്ഷയുടെ ആ ശബ്ദം കേൾക്കുവാൻ കാത് കോർപ്പിക്കുന്നൊരു ദൈവം, ശ്രദ്ധിക്കുന്ന ഒരു ദൈവം. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പ്രാർത്ഥനാതലത്തിൽ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്ന ഒരു സമയമാണോ? ആ തലത്തിലെ ആ സമയത്തിൻ്റെ പ്രത്യേകത, ദൈവം വിഷയത്തെ തൊടുന്നതും ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരമിറങ്ങുന്നതും. പ്രാർത്ഥനയുടെ സമയമാണോ ജീവിതത്തിൽ? ആവശ്യങ്ങളുടെ സമയമാണോ ജീവിതത്തിൽ? അതേ സമയത്ത് തന്നെയാണ് ദൈവം അത് നിറവേറ്റുന്നത്. ആ ആവശ്യത്തെ ദൈവം നിറവേറ്റുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് കുടുംബങ്ങളോട് ദൂത് പറയുന്നു. ആവശ്യങ്ങൾ മനുഷ്യർക്ക് തരാൻ പറ്റുന്നതല്ല, ആവശ്യങ്ങൾ മനുഷ്യർക്ക് നിറവേറ്റാൻ പറ്റുന്നതല്ല. അത് ദൈവത്തിൻ്റെ കരം, സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിൻ്റെ കരം ചലിച്ചാൽ മാത്രമേ അതിനകത്ത് തൃപ്തി വരുത്തുള്ളൂ, അതിനകത്ത് നിറവ് വരുത്തുള്ളൂ, അതിനകത്ത് സന്തോഷം വെളിപ്പെടുത്തുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധ
പരിശുദ്ധാത്മാവ് പല ഹൃദയങ്ങളെ നോക്കി ഇന്ന് പ്രവചിക്കുക, ദൂത് വെളിപ്പെടുത്തുക. ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരമുണ്ട്. വചനം പറയുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന്. വചനം വ്യക്തമാക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന്. അത് ചിലപ്പോൾ ദൈവം വ്യത്യാസപ്പെടുത്തും. നിങ്ങൾക്ക് ആവശ്യം ഇന്നതെന്ന് ആ വിഷയത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ചിലപ്പോൾ അതിനൊരു വ്യതിയാനം വരുത്തിയെന്ന് വരാം. ദൈവം അതിനെ തിരുത്തിയെന്ന് വരാം. അത് നമ്മുടെ ജീവിതത്തിൽ ചോദിക്കുന്ന കാര്യം, നമ്മുടെ സങ്കല്പിക്കുന്ന കാര്യം, അതിന് അപ്പുറമായ ചില കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാനുണ്ട്, ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്. ആ തലത്തിലാണ് ദൈവം വ്യത്യാസപ്പെടുത്തുന്നത്. ദൈവം നിരൂപിച്ചതും ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചതും എപ്പോഴും ശ്രേഷ്ഠമായിരിക്കും, മഹത്വമായിരിക്കും. അതിൽ കുറഞ്ഞൊന്നും ദൈവം ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നത് എന്ന് ദൈവം അറിയുന്നു. ആ വിഷയത്തിൽ ഒരു മഹത്വം കൂടെ ദൈവം വെളിപ്പെടുത്തും. ഒരു ശ്രേഷ്ഠമായ കരങ്ങൾ അതിനകത്ത് വെളിപ്പെടുത്തി അത് മഹത്വമാക്കി തീർക്കുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ കരമിറങ്ങാൻ പോവുക. ഇന്ന് പരിശുദ്ധാത്മാവ് കുടുംബങ്ങളോട്, ജീവിതങ്ങളോട് ദൂതാഴമായി ഇടപെടുന്നു. എനിക്ക് ആവശ്യമുണ്ടെന്ന് അറിയുന്ന എൻ്റെ കർത്താവ് അത് തരാൻ പോകുവാണെന്ന്, ആ സന്തോഷം ദൈവം തരാൻ പോകുന്നത് അതിശ്രേഷ്ഠമാണെന്നുള്ള ആ ആനന്ദത്തിൽ ഇന്നായിരിക്കട്ടെ. ആ തലത്തിൽ ദൈവം പ്രവർത്തിക്കും, ദൈവകരം ഇറങ്ങുന്നു, ദൈവകരം സഹായമായി ചലിക്കുന്നു. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥയെ, സാഹചര്യങ്ങളുടെ മേൽ കർത്താവേ അങ്ങ് കേൾപ്പിച്ച ശബ്ദം അത് വിടുതലായി തീരട്ടെ, ചൈതന്യമായി തീരട്ടെ. ദൈവപ്രവർത്തികൾ, വചനം കേൾക്കുന്ന കൂടാരങ്ങൾ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.